പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സഹായനാഥയായ മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. ഇന്ന് നമ്മളിൽ പലരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് കടബാധ്യതകൾ. വീട് പണിയുവാനോ മക്കളുടെ പഠനത്തിനോ ചികിത്സയ്ക്കോ വേണ്ടി എടുത്ത കടങ്ങൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ, ബാങ്ക് നോട്ടീസുകൾ കണ്ട് ഭയപ്പെടുന്നവർ, പലിശക്കാരുടെ ഭീഷണി നേരിടുന്നവർ, ഇവർക്കായി നമുക്കിന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. നമ്മുടെ സകല സാമ്പത്തിക തടസ്സങ്ങളും ഈ നിമിഷം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കാം. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഉണ്ടായ ആ പരിഭ്രമത്തെ നമുക്ക് ധ്യാനിക്കാം. അവിടെ മാനക്കേടിൻ്റെ നിമിഷങ്ങളിൽ സഹായവുമായി എത്തിയത് പരിശുദ്ധ അമ്മയാണ്. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിനെന്ന് അമ്മ അരുളി ചെയ്തു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും വരുമാനം നിലച്ച് കടങ്ങൾ പെരുകി നിൽക്കുമ്പോൾ അമ്മ ഈശോയോട് നമുക്കായി ശുപാർശ ചെയ്യുന്നു. കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ കുടുംബങ്ങളിൽ നിറയാൻ നമുക്കൊരുങ്ങാം. ദൈവകൃപയുടെ നിലവിളക്കെ, കൃപാസനം രാജ്ഞി, കടക്കെണിയിൽ അകപ്പെട്ടു പോയ ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ വിങ്ങുന്ന ഹൃദയങ്ങളെ അമ്മ കാണുന്നുണ്ടല്ലോ. അടഞ്ഞുപോയ വരുമാനത്തിൻ്റെ വഴികൾ തുറക്കപ്പെടട്ടെ. അപ്രതീക്ഷിതമായ സഹായങ്ങൾ തേടി വരട്ടെ. പലിശയുടെയും കൂട്ടുപലിശയുടെയും കെണികളിൽ നിന്ന് മക്കളെ വിടുവിക്കണമേ. കച്ചവടത്തിലും ജോലിയിലും ഉണ്ടായ തകർച്ചകൾ മാറി ലാഭവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. അമ്മേ, വീടും വസ്തുവും ജപ്തി ഭീഷണിയിൽ നിൽക്കുന്നവരെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അധികാരികളുടെ ഭാഗത്തു നിന്ന് കനിവുണ്ടാകുവാൻ മാധ്യസ്ഥം വഹിക്കണമേ. കടം തന്നവർക്ക് അത് തിരികെ നൽകുവാനുള്ള സാഹചര്യം ഒരുക്കി നൽകണമേ. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ദൈവികമായ ജ്ഞാനം നൽകണമേ. അനാവശ്യമായ ചിലവുകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഓരോ രൂപയും കൃത്യമായി വിനിയോഗിക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ. പണം കൈകാര്യം ചെയ്യുമ്പോൾ വരാവുന്ന അബദ്ധങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മാതാവേ, പണമില്ലാത്തതിൻ്റെ പേരിൽ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന വഴക്കുകളും സങ്കടങ്ങളും നീക്കിത്തരയണമേ. മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് കരുതി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരെ അമ്മയുടെ സ്നേഹത്താൽ തടയണമേ. അവർക്ക് പ്രത്യാശ നൽകണമേ. മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയാത്ത മാതാപിതാക്കളുടെ വേദന അമ്മ അറിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ വീടുകളിൽ സമൃദ്ധി നിറയട്ടെ. കഷ്ടപ്പെടുന്നവരെ സഹായിക്കുവാൻ തക്കവിധം ഞങ്ങളെ വളർത്തണമേ. ഈ കടബാധ്യതകൾ ഒരു വലിയ സാക്ഷ്യമായി മാറുവാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി പ്രാർത്ഥിക്കാം. കൃപാസന മാതാവേ, ഞങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം അമ്മ നീക്കിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പുതിയ വരുമാന മാർഗങ്ങൾ ഞങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെട്ടുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ പ്രാർത്ഥന വഴി ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം തിരിച്ചു കിട്ടട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും
ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും സാമ്പത്തിക ഉയർച്ചയും നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.